പ്രേതത്തെ കണ്ടിട്ടില്ല. പ്രേതത്തെ കാണാതെ എന്തിനാ ഇങ്ങനെ പറയുന്നേ? കഴിഞ്ഞ ആഴ്ച ജൂലിയുടെ അങ്കിളുടെ വീട്ടിൽ ഇത് കളഞ്ഞു പോന്നു. നിനക്കും പ്രേതത്തിനും എന്താണ് ബന്ധം? ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. കുറച്ചു നാളായി എന്റെ കണ്ണിൽ പ്രേതങ്ങളുടെ രൂപം തെളിയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നീ വിശ്വസിക്കില്ലെന്ന്. ശരി, ഇവിടെ ദൈവാധീനം കൊണ്ട് എന്തൊക്കെയോ വന്നു ചേരുന്നു. വളഞ്ഞ വഴിയിൽ ഉണ്ടാക്കുന്നത് വിശദീകരിക്കണ്ട. കൊള്ളാലോ, നിന്റെ ഡോക്ടർ പൈസ ചോദിച്ചത് ന്യായം, നീ അയാൾക്ക് പൈസ കൊടുത്തത് ന്യായം, ഞാൻ അങ്ങനെ ക്യാഷ് ഉണ്ടാക്കി തന്നു എന്നുള്ളതാ പ്രശ്നം അല്ലേ? ഹലോ, കുറച്ച് കഴിഞ്ഞ് വിളിക്കുക, ഞാൻ കുറച്ച് തിരക്കില്ല. വളഞ്ഞ വഴിയെ കിട്ടുന്ന കാശ് കൊടുത്താലേ എനിക്ക് ഈ ജോലി കിട്ടുമെന്ന് വെച്ചാ എനിക്ക് ആ ജോലി വേണ്ട. ഞാൻ നിനക്ക് ആ കാശ് തിരിച്ചു തന്നെ. ഇപ്പൊ കാശ് കൊടുത്താൽ നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാ പറയുന്നത്. കൊടുത്താൽ പ്രോബ്ലം തീരുമല്ലോ. ഇതിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്. കാശ് തിരിച്ചു കൊടുത്താ എല്ലാ കാര്യങ്ങളും ശരിയാവോ? പ്ലീസ്, ഇതൊക്കെ ഒന്ന് വിട്ടേക്ക്. മാസ ചെറുപ്പം തൊട്ട് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുള്ളതാ, എനിക്കറിയാം. അതിന് ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. പുതിയ ജീവിതം തുടങ്ങാം. പറയുന്ന കേക്ക്. ഹലോ, ഞാനിപ്പോ പുറത്താവുള്ളേ. എവിടെയാ ഇത്? അഡ്രസ്? ആ ശരി, ഓക്കെ, ഞാൻ വരുമെന്ന് പറഞ്ഞല്ലോ. ഇതാ നിന്റെ മോതിരം, നീ തന്നെ വെച്ചോ. ഹലോ 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 ബൈ. ഹലോ സർ, ഹലോ. 10 മിനിറ്റിനകം വരാം. താങ്ക് യു. നമസ്കാരം. നിങ്ങൾ ഫോൺ ചെയ്ത് നിങ്ങളാണോ? അതെ, ഞങ്ങളായിരുന്നു സാറേ. ആദ്യം ഒഴിപ്പിക്കൂ സാറേ. ഞങ്ങളാരും അകത്ത് വരില്ല. ആ പൈസ ഇങ്ങോട്ട് സാർ. ഇതിൽ 3 ലക്ഷം ഉണ്ട്. ഇനി എത്ര വേണമെങ്കിലും ചോദിച്ചോ, തരാം. ഞങ്ങൾ വെളിയിൽ താമസിച്ചോളാം. ശരി, എന്നാ പോകോ. ഇതെന്താ ഇതെല്ലാം നശിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ജെറ്റേ, ഓ, ഞാൻ നിനക്ക് ലീവ് തന്നിരിക്കുവാണല്ലോ അല്ലേ? നീ എന്നാണെങ്കിലും എൻ്റെ അടുത്ത് വരണം. ഇവന്റെ ഒരു കാര്യം. ആരാത്? പുറത്തോട്ട് വാ. വെറുതെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കുക. അതെ, ആരാണെങ്കിലും എന്റെ മുന്നിൽ വരണം. അറിയാലോ. ആരാടാ അത്? ജെറ്റേ, എടാ വാടാ 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 മോനെ. ശ്രീപതി, നീ എവിടെയാ? ജെറ്റേ, വേണ്ട. എന്തിനാടാ നീ എന്നെ ഇങ്ങനെയിട്ട് കുരങ്ങ് കളിപ്പിക്കുന്നേ? ആരാടാ നീ? മാസേ, നിന്നെ എവിടേക്ക് അന്വേഷിക്കുന്നേ? ഇതാരാ? കാണാൻ നിന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. ആരാന്നാ ചോദിച്ചേ? എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ട്വിൻ ബ്രദേഴ്സ് ആണ്,
അതായത് ഇരട്ടപ്പിറവികൾ. ഊട്ടി എസ്റ്റേറ്റില് നിങ്ങളുടെ മാനേജരും നിങ്ങളുടെ ഫ്രണ്ട്സ് രണ്ടുപേരും ചേർന്ന് നിങ്ങളെ മലയിൽ നിന്ന് തള്ളിയിട്ട് കൊന്നു. അതിലെ മാനേജറിനാണ് മേജർ പാർട്ട്. നീ ഒന്നും മിണ്ടാതിടാ. നീ ആരാടാ? നീ വിചാരിക്കുന്നത് പോലെ ഞാൻ നിന്റെ അമ്മാവനോ അനുജനോ അല്ല. എന്റെ പേര് ശക്തി. നിന്നെ കൊണ്ട് എനിക്ക് ഒരു കാര്യം സാധിക്കാനുണ്ട്. സംസാര രീതിക്ക് ഒരു മാറ്റം. നല്ല കാര്യം. ചേട്ടനും അനിയനാണെന്ന് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറിയാനെ. ഒരു സഹായം ചോദിക്കാൻ ഇത്രയും ജാട എന്തിനാ? എന്താ മാസം കാണിച്ചേ? ജെറ്റേ, ഞാൻ വന്നു കയറുമ്പോ ബോൾ ഉരുട്ടുന്നു, ഈ കണ്ണാടി ചാടി വരുന്നു. ഓ അങ്ങനെ ഞാൻ ശരിക്കും പേടിച്ചു കയറിയോ? സത്യമാണോ? എന്തിനാണ് ഇത്രയും വലിയ ഷോ? സഹായം ചോദിച്ചൊരു ക്യൂ തന്നെ ഇവിടെയുണ്ട്. ആദ്യം അതിന്റെ പുറയിൽ അങ്ങനെ പോയി നിൽക്കും. ജെറ്റേ, സഹായത്തിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇയാൾക്ക് നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഓക്കെ. നിക്ക് എവിടെ പോവാ? സഹായം ചോദിച്ചു വരുമ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നേ? ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഇറക്കാൻ പാടില്ല. ഇവിടെ മാസം മാത്രം സീനിട്ടാ മതി. അയ്യോ, എന്താ ചെയ്യേണ്ടെന്നറിയോ? നാളെ രാവിലെ എന്നെ വന്ന് കാണാം, ഞാൻ വേണ്ടതുപോലെ ചെയ്തേക്കാം. ഒറ്റയ്ക്ക് വരുന്ന ബോറാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, നല്ല സുന്ദരികളായ പ്രേതോണ്ടെ കൂട്ടിക്കൊണ്ട് വാ. നാളെ കാണാം. മുകളിലത്തെ റൂമാ, സൂട്ട് റൂം. ഇഷ്ടമില്ലേ കൊണ്ടുവരണ്ടെന്നേ, തീർത്തെ ആവശ്യമില്ലാതെ. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ജോലിയുടെ അമ്മാവിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ കുളവാക്കിയത്? എനിക്കറിയില്ലല്ലോ. അവളാണെങ്കിൽ മാലിന്യയുടെ അടുത്തും പോയി പറഞ്ഞു, ഇനി എനിക്ക് സ്വസ്ഥത തരില്ല. എടാ, ഈ പ്രേതങ്ങളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാം, പക്ഷെ ഈ പെണ്ണുങ്ങളുടെ കൂടെ തോന്നിയ ദിവസം കാണിക്കുന്നോളാ. ഇപ്പൊ ചത്തു പറഞ്ഞാലേ. നിന്റെ ഉദ്ദേശം എന്താ? നിനക്ക് ഭ്രാന്താണോ അതോ ഭ്രാന്ത് പോലെ അഭിനയിക്കുവാണോ? ഭ്രാന്തും ദേഷ്യം വന്നോണ്ടല്ലോ. വന്നാലോ? ദേ, ഞാൻ ആരാന്ന് വിചാരിച്ചേ? മാസ്. നിന്നെ കൊണ്ടൊന്നും ഒരു ചുക്കും. ഈശ്വരൻ നിനക്ക് പ്രേതങ്ങളെ കാണുവാനുള്ള എത്ര വലിയ ഭാഗ്യമാ തന്നിരിക്കുന്നേ. അതിനെങ്ങനെയാ പെരുമാറുന്നേ? ഇത് വെച്ച് നോക്കുമ്പോ നീ ഭിക്ഷ എടുക്കുന്നതാ നല്ലത്. ഭിക്ഷ എടുക്കാനോ? നീ എന്താ പറഞ്ഞ? നീ ശവമായില്ലായിരുന്നുണ്ടല്ലോ, നിന്നെ ഇപ്പൊ ഞാൻ ശവമാക്കിയാനെ. മനസ്സിലായോ? നിന്നോട് പോയി ക്യൂ നിൽക്കാനല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ പുറകെ വരുന്നത്? നിനക്കെന്താ ഇത്ര ധൃതി? നിനക്കാണല്ലോ ഈ കള്ളത്തരം, പിക് പോക്കറ്റ്, പിടിച്ചുപറി എല്ലാം ചെയ്തു പരിചയമുള്ളത്. പിന്നെ എന്തിനാ പ്രേതങ്ങളെ ഓരോ വീട്ടിലേക്ക് പറഞ്ഞയച്ച് പണം അടിച്ചു മാറ്റി? അതിനു പകരമായി അതേ പ്രേതങ്ങളെ വെച്ച് ഓരോരോ വീട്ടിലെ ഈ ലോക്കർ നമ്പറുകൾ കണ്ടുപിടിച്ച് ആ സ്ഥലത്ത് പിന്നീട് കൊള്ളയടിക്കാൻ എളുപ്പമല്ലേ? എന്താ പറഞ്ഞേ? പ്രേതത്തെ വെച്ച് ലോക്കറിന്റെ നമ്പർ നോക്കി. ഇത് നല്ല ഐഡിയ ആണല്ലോ. നീ എന്താ ഇതുവരെ പറയാൻ? അതല്ല മാസേ, ജീവനോടെ ഇരിക്കുമ്പോ എത്ര വിവരം ഉണ്ടോ, മരിച്ചു കഴിഞ്ഞാലും അതേ വിവരം തന്നെ ഉണ്ടാവും. സിനിമയെ മാത്രമേ പ്രേതത്തിനൊക്കെ നല്ല ബുദ്ധി ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ആ വീട്ടിലെ ലോക്കറിൽ എത്ര ഉണ്ടാവും? ആ വീട്ടിലെ ലോക്കറിൽ എത്രയുണ്ടെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു തരുന്ന ലോക്കറിൽ 75 കോടി ഉണ്ടെന്നറിയാം. അയ്യോ, 75 കോടിയോ? എടാ, ഇത് കുറച്ച് ഓവറാ. എവിടെയാ? സെന്തിക്കര. അയ്യോ. എന്താടാ? സാറേ, അത് കുറെ ദൂരെയല്ലേ? ഇവിടെ അടുത്ത് തന്നെ ഒന്നും ഇല്ലേ? ഏയ്. എന്താടാ? അയ്യോ. സെന്തിക്കരയെ സംബന്ധിച്ച് ഇവിടെ ഹവാലയാണ് വലിയ ബിസിനസ്. ബ്ലാക്ക് മണിയെ വൈറ്റ് മണിയായിട്ട് മാറ്റുന്നതും ഈ ഹവാലയാണ് ഈസിയായ വഴി. പോലീസ്, പൊളിറ്റീഷ്യൻ, ഗവൺമെന്റ് എല്ലാവർക്കും ഇവിടെ എന്താ നടക്കുന്നതെന്നറിയാം. പക്ഷേ ആരും ഒന്നും ചെയ്യാറില്ല. എന്തെന്ന് വെച്ചാൽ അവരുടെ ബ്ലാക്ക് മണിയെ വൈറ്റ് മണിയാക്കണമെങ്കിൽ ഇവിടെ തീർച്ചയായും വരേണ്ടതുണ്ട്. ഇവനാണ് ആന്റണി, ഈ നാട്ടിലെ ഹവാല കിങ്. ഇയാൾ അറിയാതെ ഈ നാട്ടിലെ ഹവാല ഇടപാടിൽ 1 രൂപ പോലും പുറത്തു പോകാറില്ല. അതുപോലെ ഉള്ളിലും വരില്ല. ഇവന് ഹവാല ഇടപാടിൽ കിട്ടുന്ന കമ്മീഷൻ മാത്രം കയ്യിലെണ്ണാൻ പറ്റാത്ത കോടികളാണ്. ഇതാണ് അയാളുടെ ഫ്രൂട്ട് സ്റ്റോറേജ് ഫാക്ടറി. ഹവാല ഇടപാടിൽ അയാൾക്ക് ലഭിക്കുന്ന പണമെല്ലാം ഇവിടെയാണ് ഒളിച്ചു വെക്കുന്നത്. ഈ പണമാണ് നമ്മളിപ്പോൾ കൊള്ളയടിക്കാൻ പോകുന്നത്. സാറേ, പണം ഇവിടെ ആണോ അതോ വേറെ സ്ഥലത്താണോ? എവിടെയാ കൊണ്ടുപോകുന്നേ? ആർക്ക് എത്ര മണിക്കാണ് പുറപ്പെടുന്നത്? സാർ 11:30-ക്കാണ്. ഏത് ഫ്ലൈറ്റാ? ലുഫ്താൻ എയർലൈൻസ്. ഓക്കെ. അയ്യോ ദൈവമേ, സാറേ കാശ്. അയ്യോ ദൈവമേ, എടുക്കാനും പറ്റുന്നില്ലല്ലോ. അയ്യോ സാറേ, ഞങ്ങൾ ചാകുന്നതിന് മുമ്പ് സാറ് വരണ്ടായിരുന്നോ? എന്റെ ദൈവമേ, ഇത്രയും കാശ് ഞാൻ ആദ്യമായിട്ട് കാണുമോ? ദൈവമേ, സാറ് ദൈവമാ സാറേ. ദൈവം ഞങ്ങളുടെ ദൈവമാ. എടാ, കോടിക്കണക്കിന് കാശ് അവിടെ ഉള്ളത്. നീ പറയും സത്യമാണോ? ഒന്ന് പോടാ നീ. മരിച്ചു തോർത്തിട്ട് എനിക്ക് ഇന്നാ വിഷമാകുന്നേ. ഒരുപാട് പണം ഉണ്ടടാ. പക്ഷെ എന്താ, എന്നെ കൊണ്ട് തൊടാൻ പറ്റില്ല. മൊത്തത്തിൽ അടിച്ചെടുത്ത് ഗൾഫിൽ പോയി സെറ്റിൽ ആവും. എന്താ? മുഴുവൻ കാശും നിങ്ങൾക്കുള്ളതല്ല. എനിക്ക് 50, നിങ്ങൾക്കും 50. അത് മതി സാറേ. പണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലുടൻ എന്റെ ആഗ്രഹം നീ ആദ്യം സാധിച്ചു തരണം. എന്താ സാറേ, എന്തെല്ലാം ചെയ്തിരിക്കുന്നു, ഇനി ഇത് മാത്രമായിട്ട് ചെയ്യാതിരിക്കുവോ? അല്ലടാ, അത് തന്നെ. ഈ കാശ് എങ്ങനെ
അടിച്ചു മാറ്റുമെന്ന് പറഞ്ഞാ പോയേക്കാം. രാത്രി 8 മണിക്ക് ശേഷം ഇവിടെ ആൾക്കാർ കുറവായിരിക്കും. നമുക്ക് പണം മോഷ്ടിച്ചെടുക്കുവാൻ ഇതാണ് ശരിയായ സമയം. ആരോ വരുന്നുണ്ട്. മരമണ്ട, നിന്നെ ആർക്കും കാണാൻ കഴിയില്ല. പോയി നോക്കിട്ടോ. സോറി എല്ലാം മറന്നുപോയി ഞാൻ. വാ നിക്ക് പോ. മാസ് ഇവിടെ നിൽക്കും. ജെറ്റ് കൂടെ വരും. ശരി മാസേ 50-50 ആരോട് ഇങ്ങനെ ഡീൽ ഉണ്ടാക്കിയത്? ആരടാ കൊടുക്കാൻ പോകുന്നത്? കാശ് കൈ കിട്ടട്ടെ, അടിയോടെ ഞാനങ്ങ് കൊണ്ടുപോകും. ഏതെങ്കിലും എന്തിനാണ് 50%? ആരോ വരുന്നുണ്ട്. ഒളിക്ക്. മനസ്സിലായില്ലേ? ഞാനുള്ളപ്പോ നീ ഒന്നും പേടിക്കണ്ട. ഓക്കെ, ഞാൻ പറയാം. ബൈ. നീ ജീവിച്ചിരുന്നെങ്കിലല്ലേ. അയ്യോ എന്താ ഇത്? സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഞാനാ. നോക്കേ സൂപ്പർമാൻ. ഞാനിവിടെ ഫാക്ടറിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. 20 മിനിറ്റിൽ ഞാൻ അവിടെ ഉണ്ടാവും. നീ എവിടെയായിരുന്നു? നിന്നോട് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? എവിടെയെല്ലാം നോക്കി ലോക്കറിന്റെ അടുത്തേക്ക് പോവാം. ഇവിടെ തന്നെ. 7693 നിക്ക്. 7683 അല്ലേ അന്ന് കണ്ടത്? ഞാൻ പറയുന്നത് കേൾക്ക്. 7693 പ്രസ് ചെയ്യ്. കറക്റ്റ് നമ്പർ പറ. ഞാനിപ്പോ പറഞ്ഞ നമ്പർ ഇങ്ങനെ ഞെക്കിയാ മതി. അയ്യോ ദൈവമേ, അലാറം അടിക്കുന്നു. What's wrong? നിർത്ത്. സെക്യൂരിറ്റി, വേഗം ആ റൂം നോക്കൂ. ശരിയായിട്ടുള്ള നമ്പർ നീ പെട്ടെന്ന് പറ. കറക്റ്റ് പറ. 7683. മുടിഞ്ഞ പണം. ഇതെല്ലാം നമുക്കുള്ളതാ. എന്റെ പൊന്നെ. വാരിക്കോ ഇതെല്ലാം നിർത്ത്. നമുക്ക് ഇവിടുന്ന് ഉടനെ പോണം. എന്നാ നിങ്ങൾ തെറ്റ് നമ്പർ പറഞ്ഞ് ഓടിക്കളഞ്ഞേ? ധൃതിയിൽ എനിക്ക് നമ്പർ മാറിപ്പോയതാ. ആൾക്കാർ വരുന്നുണ്ട്. പണം ഇട്ടിട്ടും വേഗം രക്ഷപ്പെടാൻ നോക്ക്. അങ്ങനെ ഇങ്ങോട്ട് പോയാലോ? ഞാനിതെല്ലാം എടുത്തിട്ട് വെളിയിലോട്ട് വരത്തുള്ളൂ. ഇടാ അവരോട് എത്തിക്കഴിഞ്ഞു പറ്റൂ. കാശിലേക്ക് നമുക്ക് ഗൾഫിൽ പോകാൻ പറ്റത്തില്ല. കാശെടുക്ക. ഓടിക്കോ. എന്താ ഇത്? അവിടെ നിൽക്ക്. കാശെല്ലാം പോയി. എല്ലാം പറന്നു പോയി. അത് നമ്മുടെ പണം. എവിടെയും പോകില്ല. തിരിച്ചു വന്നിട്ട് എടുക്കാം. ഇപ്പൊ നിന്റെ ജീവനാണ് പ്രധാനം. മാസ്, ആദ്യം പുറത്തേക്ക് വാ. എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു എന്റെ മനസ്സിൽ. ആരാടാ നീ? മാസ്, എന്താടാ ഈ കാർ എടുത്തോണ്ട് പോ. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാ. അവൻ നമുക്ക് പണി തന്നാ കണ്ടോ? ഇവനൊക്കെ വീട് അതാ വേണ്ട. വീണ്ടും വന്നേ. ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്ത് വണ്ടി ഓടിക്കേ. എന്താ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്ത് എങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റും? അത് ഞാൻ നോക്കിക്കോളാം. നീ പുറത്തും ഒന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെ പുറത്തേക്ക് പോ? നേരെ റൈറ്റില് പോ. റൈറ്റിലോട്ട് തിരിയണം. ലെഫ്റ്റ്. ലൈറ്റ് ഓൺ ചെയ്യ്. എന്താ ലൈറ്റ് ഓൺ ചെയ്യാൻ?
എടാ, എന്നാ ഇത്? നീ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഞാൻ വീണ്ടും വരുമെന്ന് നീ പ്രതീക്ഷിച്ചില്ല അല്ലേ? അതും ഇങ്ങനെ വരുമെന്ന് നീ പ്രതീക്ഷിച്ചില്ല അല്ലേ? വന്നടാ ഞാൻ. Now it's my first game.